വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ചൂട് കാലമാണ്. എല്ലാവരും അമിതമായിട്ട് വിയർക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ചില ആളുകൾ രാത്രി സമയങ്ങളിൽ പകലിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് വിയർക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്കാണെങ്കിൽ ഈ സീസൺ വ്യത്യാസമൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ തണുപ്പായാലും ചൂട് കാലമായാലും ഒരുപോലെ രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ അമിതമായിട്ട് വിയർക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഉറക്കത്തിൽ അമിതമായിട്ട് വിയർക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏകദേശം ഒരു 10ഓളം കാരണങ്ങൾ കൊണ്ട് രാത്രികാലങ്ങളിൽ നമുക്ക് അമിതമായിട്ട് വിയർപ്പുണ്ടാകാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് വഴിയെ പറയാം. സാധാരണഗതിയിൽ നമ്മൾ വിയർക്കുന്നതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓവറായിട്ട് വിയർക്കുന്നുണ്ടായിരിക്കാം. അപ്പം നമുക്ക് ഈ ഉറക്കത്തിൽ അമിതമായിട്ട് വിയർക്കുന്നതിൻ്റെ കാരണങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറാണ്. റൂം ടെമ്പറേച്ചർ ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു നിന്നാൽ അപ്പോൾ അതുമായിട്ട് ബാലൻസ് ചെയ്യാൻ നമ്മുടെ ബോഡി ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയർന്നു നിൽക്കും. അങ്ങനെ നമ്മൾ അമിതമായിട്ട് വിയർക്കാനുള്ളൊരു സാഹചര്യം രാത്രിയിലുണ്ടാകാം. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അത് പനിയായിട്ടായിരിക്കും പുറമേ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുള്ള പത്തോജൻസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ് അങ്ങനെയൊക്കെ പറയുന്ന പത്തോജൻസ് ഇതിനെ നശിപ്പിക്കാൻ ബോഡി ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടും ശരീര താപനില ഉയരാറുണ്ട്. അതും നമ്മൾക്ക് വിയർത്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയും രാത്രി കാലങ്ങളിൽ നമുക്ക് അമിതമായിട്ട് വിയർപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇത് കൂടുതലും കാണുന്നത് ഇപ്പോൾ ന്യൂമോണിയ, ഫ്ലൂ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് ഈ വിയർപ്പ് അമിതമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇൻഫെക്ഷൻ കാരണമാണോ നമ്മളിങ്ങനെ അമിതമായിട്ട് വിയർക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതിൻ്റെ കൂടെ 1-2 ലക്ഷണങ്ങളും കൂടി ഉണ്ടാകാം. അത് എന്ന് പറയുന്നത് ഒന്ന് ശ്വാസം മുട്ടാണ്. ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ശരീരവേദന അല്ലെങ്കിൽ ഛർദി, കുളിരുണ്ടാകൽ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളും കൂടെ കാണുകയാണെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ കാരണമാണ് നമ്മൾ ഈ അമിതമായിട്ട് വിയർക്കുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഹോർമോൺസിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ ഇതുപോലെ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ സ്ത്രീകളിൽ ഇതുപോലെ അമിതമായിട്ടുള്ള വിയർപ്പ് കാണാറുണ്ട്. ഈ ഹോർമോൺ വേരിയേഷൻസ് കാരണം ഇതുപോലെ അമിതമായി വിയർക്കുന്നത് സ്ത്രീകളിലാണ് അധികവും കാണുന്നത്. നമ്മളീ പറഞ്ഞ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുമ്പോൾ ആർത്തവ വിരാമത്തിലേക്ക് പോകുന്ന സ്ത്രീകളിൽ ഒരു 45 ഇയേഴ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളായിരിക്കും അധികം. അവർക്ക് ഇതുപോലെ അമിതമായിട്ട് വിയർപ്പുണ്ടാകാറുണ്ട്. അത് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഉറക്കത്തിലായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ മെനോപോസിനോടൊക്കെ അടുക്കുന്ന അതിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ശരീരത്തിന് അമിതമായിട്ടുള്ള ചൂട് അത് പകൽ സമയത്തും അനുഭവപ്പെടും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പീരീഡ്സൊക്കെ ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാരിലും ഇതുപോലെ അമിതമായി വിയർപ്പുണ്ടാകാറുണ്ട്. ഉറക്കക്കുറവുള്ളവരിലും ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം വിയർപ്പ് അമിതമായിട്ടുണ്ടാകാറുണ്ട്. ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ എൻഡോക്രൈൻ റിലേറ്റഡ് ആണ്. അതായത് ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണമുണ്ടാകുന്ന ചില ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം പോലുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൂടുതൽ കുറവ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻസ്. പിന്നീട് പ്രമേഹം, അതായത് ഡയബറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കാരണം അമിതമായിട്ട് രാത്രിയിൽ വിയർപ്പുണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന ലക്ഷണങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അതായത് ഇപ്പം തൈറോയ്ഡ് മൂലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ അമിതമായിട്ട് വിയർപ്പുണ്ടാകുന്നതെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? തൈറോയ്ഡ് ഹോർമോൺ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നുകൂടി സ്പീഡപ്പ് ആവുകയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഒരു ഫംഗ്ഷൻ അതാണ്. നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ ഇത് അമിതമായിട്ട് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും കൂടി സ്പീഡപ്പ് ആകും. നമുക്ക് അതിൻ്റെ കൂടെ നെർവസ്നെസ്, അമിതമായിട്ടുള്ള ക്ഷീണമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. ഇനി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഇതുപോലെ അമിതമായി വിയർപ്പുണ്ടാകുന്നതെങ്കിൽ അവർ ഡയബറ്റീസിൻ്റെ മരുന്നൊക്കെ കഴിച്ച് ഓവറായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അവർ ഹൈപ്പർ ഗ്ലൈസീമിയയിൽ നിന്ന് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും. അതായത് ഷുഗർ പെട്ടെന്ന് അവർക്ക് ഡൗൺ ആവും. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ ഈ നൈറ്റ് സ്വെറ്റ്, രാത്രിയിൽ അമിതമായിട്ട് വിയർപ്പുണ്ടാകുന്നത്. അപ്പോൾ നമ്മളിതുവരെ ഒരു 5ഓളം കാരണങ്ങൾ പറഞ്ഞു. ഇനിയും കുറേ കാരണങ്ങളുണ്ട്. മെഡിക്കേഷൻസ്, ഇപ്പോൾ പലതരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടായിരിക്കാം. അതിൽ ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ ഈ തൈറോയിഡിൻ്റെ മെഡിസിൻസ്, സ്റ്റിറോയിഡ്സ് ഒക്കെയാണ് ഇതുപോലെ നൈറ്റ് സ്വെറ്റ് ഉണ്ടാക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്ന് പറയുന്നത് ജനറ്റിക്കലി ചിലർക്ക് ഹൈപ്പർഹൈഡ്രോസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതായത് ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കൈവെള്ള, കാലിൻ്റെ വെള്ളയൊക്കെ അമിതമായിട്ട് വിയർക്കുന്ന ഒരു ഡിസീസ്, ഒരു കണ്ടീഷനുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹൈപ്പർഹൈഡ്രോസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും കൈവെള്ള
വെള്ളയിലും കാലിൻ്റെ വെള്ളയിലും തലയിലൊക്കെ ആയിരിക്കും വിയർപ്പ് വരുന്നത്. ആ കണ്ടീഷനെ നമുക്കങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷേ അവർക്കും രാത്രിയിലായിരിക്കും ഈ വിയർപ്പ് കൂടുതലായിട്ടും കാണുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ലീപ്പ് ഡിസോർഡേഴ്സ്. ചിലർക്ക് ഉറക്കക്കുറവായിരിക്കും, ചിലർക്ക് തീരെ ഉറങ്ങാൻ പറ്റാറില്ല, ചിലർക്ക് ആ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആവാറില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കും രാത്രിയിൽ അമിതമായിട്ട് വിയർപ്പുണ്ടാകാറുണ്ട്. ഇനി അടുത്തത് സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആൻസൈറ്റി, സ്ട്രെസ്സ് അങ്ങനെയൊക്കെയുള്ള, നിങ്ങൾ ടെൻഷനാകുമ്പോൾ നിങ്ങൾ വിയർക്കാറില്ലേ? അപ്പോൾ ആൻസൈറ്റി, സ്ട്രെസ്സൊക്കെ ഉള്ളവർക്കും ഇതുപോലെ അമിതമായിട്ട് ഉറക്കത്തിൽ വിയർപ്പുണ്ടാകാറുണ്ട്. ഇനി 2 കണ്ടീഷൻസ് നമുക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ആൽക്കഹോൾ, രണ്ടാമത്തേത് സ്മോക്കിങ്. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ അമിതമായിട്ട് വിയർക്കാൻ കാരണമാകുന്ന 2 കാരണങ്ങളാണ്. ഇനി നമ്മുടെ ഒരു ലാസ്റ്റ് റീസൺ എന്ന് പറയുന്നത് GERD, ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. അത് നമ്മൾ നെഞ്ചരിച്ചിൽ, അസിഡിറ്റി എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കണ്ടീഷൻ. ഇത് നമ്മുടെ ഫുഡ് പാറ്റേൺ കറക്റ്റ് അല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അതായത് പുളിച്ചത് കെട്ടലുണ്ടാകും. അപ്പോൾ ഇത് ഉള്ള ആൾക്കാരിലും രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ അമിതമായിട്ട് വിയർപ്പുണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ലക്ഷണങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയോ. ഇപ്പോൾ നെഞ്ചരിച്ചിൽ, പുളിച്ചത് കെട്ടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഉറക്കത്തിൽ അമിതമായിട്ട് വിയർക്കാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിസീസ് കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. ഇനി നമ്മൾ എപ്പോഴാണ് ഈ വിയർപ്പിൻ്റെ കാര്യത്തിൽ അലേർട്ട് ആവേണ്ടതെന്ന് നോക്കാം. ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്, നിങ്ങൾക്ക് ഇടവിട്ട് അമിതമായിട്ട് ഇതുപോലെ വിയർപ്പുണ്ടാകുന്നുണ്ട്. അത് സാധാരണ ഉണ്ടാകുന്നതിൽ നിന്നും അമിതമായിട്ട് ക്വാണ്ടിറ്റി കൂടുതലാണ്. അതായത് സാധാരണ വിയർക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ വിയർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിയർപ്പ് കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പകൽ സമയങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഈ വിയർപ്പിനോടൊപ്പം വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നെഞ്ചുവേദന ഉണ്ടാകുന്നു. മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് ലക്ഷണങ്ങൾ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഇൻഫെക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരവേദന, ഛർദിൽ, അല്ലെങ്കിൽ തൈറോയ്ഡ് ആണെങ്കിൽ നെർവസ്നെസ്സും അമിതമായിട്ടുള്ള ക്ഷീണം, അങ്ങനെ ഏതെങ്കിലും ലക്ഷണങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞതിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ അമിതമായ വിയർപ്പിൻ്റെ കൂടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് പരിഗണിക്കണം. ഒരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മളെല്ലാവരും വിയർക്കുന്നവരാണ്, ആരും ടെൻഷൻ ആകണ്ട. എപ്പോഴാണ് അലർട്ടാകേണ്ടതെന്ന് കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.